ഔതക്കുട്ടി സ്റ്റാലിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അലീന പറയുന്നുണ്ട്, അപ്പച്ച ഞാനിവിടെ ആകെ മടുത്തു. വന്നിട്ട് ഇത്രയും ദിവസം ആയില്ലേ, ഊണും ഉറക്കവും അല്ലാതെ ഇവിടെ വേറെ ഒന്നും നടക്കുന്നില്ല. ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അപ്പച്ച. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചതാ, ഞാൻ പോയിക്കോളാം. എനിക്കിവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുന്നു, ഭ്രാന്തെടുക്കുന്ന പോലെ തോന്നുക. മോളെ, മോക്കിവിടെ എല്ലാ സൗകര്യവും ഇല്ലേ? വലിയൊരു മുറി, ബാത്റൂം, ദേ നിനക്കിഷ്ടപ്പെട്ട പട്ടികള്, നിന്റെ സ്വന്തം അച്ഛൻ, വലിയൊരു കൊട്ടാരം പോലത്തെ വീട് എന്നൊക്കെ പറയുമ്പം അലീന പറയാണ്, ഇതൊക്കെ ഒരു ജീവിതമാണോ അപ്പച്ച? നമ്മൾ ജീവിക്കുന്ന എന്തിനാ? മറ്റുള്ളവർക്ക് സഹായമാകണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടണം, അതിനുവേണ്ടിയല്ലേ? അല്ലാതെ തിന്നും കുടിച്ചും തീർക്കാനുള്ളതാണോ ഈ ജീവിതം? ആ ഒരു റൂമിൽ കിടന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുകയുള്ളൂ. ദയവ് ചെയ്ത് അപ്പച്ചൻ എന്നെ എങ്ങോട്ടെങ്ങനെ കൊണ്ടുപോകും? അല്ല, മോൾ എന്താ പഠിച്ചത്? ഞാൻ ഈ രോഗികളെ ശുശ്രൂഷിക്കുന്ന കോഴ്സാ പഠിച്ചിരിക്കുന്നത്. രോഗികളെയോ? അതിനൊന്നും ഞാൻ നിന്നെ വിടില്ല. പണ്ട് നീ ആ പാലായിലെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു പറയുമ്പോൾ തന്നെ എൻ്റെ മേലൊക്കെ പേർത്ത് കയറുക. എനിക്ക് അതൊന്നും ഇഷ്ടമില്ല. നീ കൊട്ടാരമറ്റത്തിൽ അവധുക്കുട്ടിയുടെ കൊച്ചുമോളാ. ആ ഒരു അന്തസ് നിനക്ക് വേണം. ഇനി എവിടെയും നിന്നെ ഞാൻ അങ്ങനെ വിടില്ല എന്ന് പറയുമ്പം അലീന പറയാണ്, എങ്കിൽ അടുത്ത തവണ അപ്പച്ചൻ വരുമ്പോൾ ഞാനിവിടെ കാണില്ല. എങ്ങോട്ടെങ്കിലും ഞാൻ ഇറങ്ങിപ്പോവും. ഇവിടെ നിൽക്കുന്നതിലും ഭേദം അതുതന്നെയാ. സ്നേഹം എന്താന്ന് പോലും അറിയില്ലാത്ത ഒരച്ഛൻ എന്നോട് മിണ്ടുക പോലുമില്ല, മുഖത്തോട്ട് പോലും നോക്കുന്നില്ല. ആ 3 ജോലിക്കാരാണെങ്കിലോ എന്നെ എപ്പോഴും ശത്രുക്കളെ പോലെയാ കാണുന്നത്. പിന്നെ മിണ്ടുന്നത് ആ ആൻ്റെപ്പം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കണക്കാ. പിന്നെ ഈ പട്ടികളുള്ളതാ എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. എങ്കിലും എത്ര നേരമാ ഞാൻ അവരുടെ കൂടെ ചിലവഴിക്കുക? എനിക്ക് മടുത്തു. അവിടെയായിരുന്നപ്പോൾ എൻ്റെ സഹോദരങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരച്ഛനും. വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്നും അറിയില്ല. എനിക്കിത് വയ്യ അപ്പച്ച എന്ന് പറയുന്നുണ്ട്. മോളെ, ഞാനെങ്കിൽ ഒരു കാര്യം പറയട്ടെ. മോളെ ഞാൻ പുനലൂർക്ക് കൊണ്ടുപോട്ടെ, കൊട്ടാരമട്ടത്തിൽ വീട്ടിലേക്ക്? മുത്തശ്ശ, അത് പ്രശ്നമാവില്ലേ? എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അവിടെ ആകപ്പാട് വിഷയമാവില്ലേ? അവിടെ വേറെ ആരുമില്ല, റോബിനും അവൻ്റെ ഭാര്യയുള്ളൂ. അവളൊരു പാവവാ, എല്ലാവരും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടിയാ. പിന്നെ എൻ്റെ മോളുണ്ട് ഷെറിൻ. ഷെറിനോ? അതെ, സ്റ്റാൻലിയുടെ ഏറ്റവും ഇളയ പെങ്ങളാ. നിനക്കറിയാമല്ലോ. അറിയാം. അത് പിന്നെ എന്തൊക്കെയോ പ്രശ്നമൊക്കെ ആയി നിൽക്കുകയല്ലേ? അതെ, ആ കുട്ടി അവൾ അവിടെ തന്നെയാ. എങ്കിലും എൻ്റെ മരുമോളുണ്ടല്ലോ, അവളെ പൊന്നുപോലെയാ നോക്കുന്നത്. അവളുടെ നാത്തൂനല്ലേ, എങ്കിലും സ്വന്തം മോളെ പോലെയാ ആ കുട്ടി എൻ്റെ മോളെ നോക്കുന്നത്. പണ്ടൊരു ഹോം നേഴ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഷെറിനുമായിട്ട് അവരാരും അടുത്ത് പോവില്ല. നിനക്കറിയാലോ, അവൾക്ക് കുറച്ച് മാനസിക പ്രശ്നമൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആര് വന്നാലും അവൾ അടുപ്പിക്കുകയില്ല. എല്ലാവരെയും അവൾ ഉപദ്രവിക്കും. എപ്പോഴാ വയലൻ്റ് ആവുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാ അവിടെ ആരും നിൽക്കാത്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മരുമകളുടെ അടുത്ത് മാത്രമേ അവൾ കുറച്ചെങ്കിലും നിൽക്കാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ല, ഈ എൻ്റെ അച്ഛൻ സ്റ്റാൻലി കാണാനൊന്നും പോകാറില്ലേ പെങ്ങളെ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല. രണ്ടുപേരും ജീവിതത്തിൽ തോറ്റുപോയവരല്ലേ. ആദ്യം ഒന്ന് തോറ്റുപോയത് കൊണ്ട് തന്നെ രണ്ടുപേരും വല്ലാതെ മാനസിക പ്രയാസത്തിലാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാറില്ല. ഹൗദക്കുട്ടിയുടെ 2 മക്കളും പിഴച്ചുപോയി, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട്. ഷെറിൻ്റെ കാര്യത്തിലാണെങ്കിലും വിവാഹത്തിനും ഒരു കുട്ടി ഉണ്ടായല്ലോ. അതുപോലെ തന്നെയാണല്ലോ സ്റ്റാൻലിയുടെ കാര്യത്തിലും. അതാണ് കേട്ടോ അവതക്കുട്ടി ഉദ്ദേശിച്ചത്. അല്ല, മോക്ക് സമ്മതമാണെങ്കിൽ ഞാൻ പുനലൂർക്ക് കൊണ്ടുപോകാം. മോള് ഷെറിനെ നോക്കാൻ സമ്മതമാണോ? സമ്മതമാണോന്നോ എത്ര വട്ടം ഒന്ന് ചോദിച്ചാൽ മതി. 100 വട്ടം സമ്മത. എനിക്ക് ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാമല്ലോ. ജയിലോ? സ്റ്റാൻലി കേൾക്കണ്ട, നിന്നെ ശരിയാക്കും. കേട്ടാൽ എനിക്കൊരു കുഴപ്പമില്ല അപ്പച്ച, ഇത് ജയിൽ തന്നെയാ. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യറിന് ജീവിക്കാൻ പറ്റുമോ? ഓ, എനിക്ക് ശ്വാസം മുട്ടാ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടുത്ത്. എനിക്കൊന്നും വേണ്ട, ഒരു പായം തലാണെ മാത്രം തന്നാൽ മതി. കുറേ ആളുകളൊക്കെയുള്ള ഒരു വീട്ടിൽ പോയി എനിക്ക് ജീവിക്കണം. ഇത് വീടൊന്നും അല്ല. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു, ഒരു പ്രേതാലയം പോലെ. അവിടെ ആണെങ്കിൽ ഒരു വീടിൻ്റെ ഇതുണ്ടല്ലോ, അവിടെ ഒരു പെണ്ണുണ്ടല്ലോ എനിക്ക് സംസാരിക്കാനായിട്ട്, പിന്നെ ഷെറിൻ ചേച്ചി ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം, ഷെറിൻ നീ വിചാരിക്കുന്ന പോലല്ല. പുതിയ ആരെ കണ്ടാലും അവൾ വയലൻ്റ് ആവും. അവളുടെ ക്യാരക്ടർ അങ്ങനെ എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു നോട്ട് എനിക്ക് അപ്പച്ചൻ തന്നാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും കയ്യിലെടുത്തോളാം എന്നൊക്കെ പറയാണ്. അല്ല, ഷെറിൻ ചേച്ചിക്ക് ശരിക്കും എന്താ സംഭവിച്ച അപ്പച്ച എന്ന് ചോദിക്കുമ്പം അപ്പച്ചൻ പറയുന്നുണ്ട്, വിവാഹത്തിന് മുമ്പേ ഷെറിന് ഒരാളുമായിട്ട് നല്ല അഫെയറിലായിരുന്നു. ആ അഫെയർ വല്ലാതങ്ങ് വളർന്നു. അവൾ ഗർഭിണിയായി. 2 പേരുടെയും കല്യാണമൊക്കെ നടക്കാനിരുന്നതാ. നിശ്ചയം വരെ കഴിഞ്ഞതാ. ആ സമയത്താ അവൻ മരിച്ചു പോകുന്നത്.
എന്നാൽ അവൻ മരിച്ചു പോയതിനു ശേഷമാണ് ഞങ്ങളെല്ലാം അറിയുന്നത് അവൾ ഗർഭിണിയായിരുന്നു എന്ന്. അതിനുശേഷം 1 വർഷത്തോളം ആരും അറിയാതെ ഞങ്ങൾ അവളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ വെച്ച് അവൾ പ്രസവിച്ചു. ആ കുഞ്ഞിനെ അവൾ ഒട്ടും സമ്മതിച്ചില്ല. പക്ഷെ അവളെ ഒരുപാട് കൺവിൻസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. ആ അനാഥാലയത്തിലായിരുന്നു ആ കുഞ്ഞ്. അങ്ങനെ അവളുടെ സമ്മതത്തോടുകൂടി അവൾ രണ്ടാമതായിട്ട് ഒരു വിവാഹം കഴിപ്പിച്ചു. ആ വിവാഹബന്ധം നന്നായി പൊക്കോണ്ടിരുന്നതാ. അവളും ആ പയ്യനുമായിട്ട് നല്ല സ്നേഹത്തിലുമായിരുന്നു. രണ്ടുപേരും യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് അവൾ ഈ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ കാണാൻ വന്നാൽ അതവളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് പേടിച്ച് ഞങ്ങൾ ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥാപനത്തിലേക്കാക്കി. അതവൾ അറിഞ്ഞു. കുഞ്ഞിനെ കാണാൻ വയ്യാത്ത ആ മാനസിക പ്രയാസത്തിലും ആ ഡിപ്രഷനിലും പെട്ടെന്ന് അവൾക്ക് ഭ്രാന്തുണ്ടായി. അവളുടെ മാനസിക നില തെറ്റി. അങ്ങനെ അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. ഈ ഒരു ഇതെല്ലാം അവിടെയാണ് കാണിച്ചു തുടങ്ങിയത്. അവളുടെ മാനസിക പ്രയാസങ്ങളെല്ലാം അവിടെ നിന്നാണ് തുടങ്ങിയത്. അങ്ങനെ അവൻ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയ സമയത്ത് അറിയുന്നത് ഇവൾ ഇതുപോലെ ഒരാളെ സ്നേഹിച്ചിരുന്നു, ഒന്ന് പ്രസവിച്ചിരുന്നു എന്നൊക്കെ. അതറിഞ്ഞാൽ പിന്നെ ഭർത്താവ് എന്ത് ചെയ്യാനാ മോളെ, അവളെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടു. അങ്ങനെ അവൾക്ക് ഭ്രാന്ത് കൂടി. ഇപ്പം ആരെ കണ്ടാലും എൻ്റെ കുഞ്ഞിനെ കൊന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാം. അല്ല പച്ച, എങ്കിൽ നമുക്ക് ആ കുഞ്ഞിനെ കൊണ്ട് കൊടുത്താൽ പോരെ, ആ പ്രശ്നം അവസാനിക്കില്ലേ? ഏയ്, അങ്ങനൊന്നും അവസാനിക്കില്ല. അത് മാത്രമല്ല, ആ കുഞ്ഞിനെ അങ്ങനൊന്നും കൊണ്ടുവരാനും പറ്റില്ല. അവളെ എങ്ങനെയും അവളുടെ ജീവിതം സേഫ് ആക്കണം. അപ്പച്ച, അപ്പം എന്നെപ്പോലെ മറ്റൊരു അലീനയും വളർന്നുകൊണ്ടിരിക്കുക അല്ലേ? അത് കേട്ടപ്പം ഔതുക്കുട്ടിക്ക് വല്ലാണ്ട് വിഷമായി. ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ കുഞ്ഞിനെ ഉണ്ടാക്കും, എന്നിട്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് തള്ളും. ഇത് തന്നെയല്ല അപ്പച്ച എൻ്റെയൊക്കെ സ്ഥിതി. ഓരോ അനാഥാലയത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഒരു നേരം ഭക്ഷണത്തിന് പോലും ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട്. എന്തിനാ അപ്പച്ച ഇത്രയും വലിയ കൊട്ടാരവും സ്വത്തും സുഖവും സൗകര്യങ്ങളും എല്ലാം ഉള്ള നിങ്ങളുടെ ആ പൊന്നു കൊച്ചുമോളെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ട് തള്ളിയേക്കുന്നേ എന്ന് ചോദിക്കുമ്പം അപ്പച്ചനും വല്ലാത്ത വിഷമാവുന്നു കേട്ടോ. അപ്പച്ചൻ പറയാണ്, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല മോളെ. ഞാൻ ഓർത്തപ്പോൾ എൻ്റെ മോൾ ഷെറിൻ്റെ ജീവിതം, അവളുടെ ജീവിതം നന്നാവണമെന്ന് കരുതിയുള്ളൂ. അപ്പച്ച, ആ ഷെറിൻ്റെ വയറ്റിൽ പിറന്ന അപ്പച്ചൻ്റെ സ്വന്തം കൊച്ചുമോളാ ആ കുഞ്ഞ്. ആ കുഞ്ഞ് പോയതിൽ അപ്പച്ചന് വിഷമമൊന്നും ഇല്ലേ? ആ കുഞ്ഞ് എവിടെയാണെന്നെങ്കിലും ഇപ്പം അപ്പച്ചനൊന്ന് അന്വേഷിക്കാറുണ്ടോ? അത് പിന്നെ പൈസയൊക്കെ ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട്, അല്ലാതെ വേറൊന്നും. കൊള്ളാം അപ്പച്ച, കൊള്ളാം. ആ കുഞ്ഞിന് ഒരമ്മയുടെ ലാലനയും അമ്മയുടെ പാലും അതുപോലെ അമ്മയുടെ ചൂടും ആ സ്നേഹവും ഒക്കെ കിട്ടേണ്ട സമയമല്ലേ ഇത്? ആ കുഞ്ഞിനിപ്പോൾ എത്ര വയസ്സ് കാണും? ഒരു 4 വയസ്സൊക്കെ കാണുമായിരിക്കും. കൊള്ളാം, അതുപോലും അറിയില്ല അല്ലേ? എന്നെപ്പോലെ മറ്റൊരു അലീനയും വളർന്നുകൊണ്ടിരിക്കുക. കൊട്ടാരമട്ടത്തിൽക്കാർക്ക് ഇത് തന്നെയാണോ പണി എന്ന് ചോദിക്കുമ്പം അഹങ്കാരി, കൊള്ളാലോ നീ എന്നും പറഞ്ഞ് അവതക്കുട്ടി ഇങ്ങനെ വഴക്ക് പറയുന്ന പോലെ തമാശ രൂപേണ പറയാണ്. ഞാനേ നിന്റെ അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന കാര്യം സമ്മതിക്കുമോയെന്നറിയില്ല. എന്താ സമ്മതിക്കാതിരിക്കാൻ? എന്നെ ഇവിടെ ആ പട്ടികളുടെ കൂടെ പൂട്ടിട്ടേക്കുന്ന പോലെ ഇട്ടിരിക്കുന്നത്. അവർക്കുള്ള സുഖസൗകര്യങ്ങൾ പോലെ തന്നെ എനിക്കുമുണ്ട്. അതുങ്ങളോട് മിണ്ടുന്നത്തരം പോലും എന്നോട് മിണ്ടാറില്ല. ദയവ് ചെയ്ത് അപ്പച്ചൻ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു ഇവിടുന്ന്. എനിക്ക് വയ്യ അപ്പച്ച. ശരി, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. അങ്ങനെ സ്റ്റാൻലി അടുത്തേക്ക് ഔതുക്കുട്ടി ചെല്ലുകയാണ്. സ്റ്റാൻലി ആ സമയവും അവിടെ നിന്ന് മദ്യപിച്ചുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ. എടാ, നിനക്ക് നിർത്താറായില്ലേ? ഒരു പെങ്കൊച്ചുള്ളതാ വീട്ടിൽ, ആ ഒരു ഓർമ്മ നിനക്ക് വേണം. എൻ്റെ അപ്പച്ച, ഇത് നിർത്തണമെങ്കിലേ ഞാൻ മരിക്കണം. ഇത് മാത്രമാണ് എൻ്റെ ജീവിതത്തിലിപ്പോൾ എനിക്ക് ഏറ്റവും ആശ്വാസം. അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, നിനക്കത് ആശ്വാസമായിരിക്കും. ഈ വീടും പരിസരവും പട്ടികളും ഒക്കെ ആയിരിക്കും നിന്റെ സന്തോഷം. പക്ഷേ അലീനയ്ക്ക് അങ്ങനല്ല. അവൾ മനുഷ്യരുമായിട്ട് ഇടപെട്ട് ജീവിച്ചിരുന്നവളാ. അനാഥാലയത്തിൽ ഒരുപാട് കുട്ടികളുടെ കൂടെ സങ്കടവും സന്തോഷമൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്നവളാ. അവളെ പിടിച്ച് ഇപ്പോൾ ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയ പോലെയാ ആ കൊച്ചിന്. ആ കൊച്ചിനോട് നിൽക്കാൻ ഇപ്പം തീരെ താല്പര്യമില്ലടാ. അവൾക്ക് ഇവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുന്നു. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നൊക്കെയാണ് പറയുന്നത്. അവൾ അങ്ങനെ പറഞ്ഞോ? ഇവിടെ അവൾക്ക് അതിന് എന്ത് കുറവാണുള്ളത്? ആവശ്യത്തിലേറെ ഭക്ഷണം, കിടക്കാൻ സ്ഥലം, വസ്ത്രങ്ങൾ, പിന്നെ അവൾക്ക് കളിക്കാൻ പട്ടികൾ. ഞങ്ങൾ ഇത്രയും പേരില്ലേ, പിന്നെ അവൾക്ക് എന്താ കുറവ്? അതൊക്കെയാണോടാ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് അടിസ്ഥാനം? അവൾക്കും ആളുകളെയൊക്കെ കാണണ്ടേ? അവൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഭ്രാന്തെടുക്കുന്ന പോലെ എന്ന് പറയാം. ഇത്രയും കാലം അവൾ നെടുമ്പുരക്കൈ വീട്ടിൽ നന്നായി തന്നെ ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ? അച്ഛൻ്റെ സ്നേഹവും സഹോദരങ്ങളും മുത്തശ്ശിയും അമ്മയും കുടുംബക്കാരും എല്ലാവരുമായിട്ട് ഇവിടെ നോക്കുമ്പം അച്ഛൻ മാത്രമുണ്ട്, ബാക്കിയൊക്കെ ജോലിക്കാരല്ലേ. പിന്നെ അവൾ എത്ര നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കും? അതുകൊണ്ട് ഞാൻ അവളെ പുനലൂർക്ക് കൊണ്ടുപോവാം. പുനലൂർക്കോ? അതൊന്നും വേണ്ട, അവൾ ഇവിടെ നിന്നോളും. അതെന്താടാ? എൻ്റെ കൊച്ചുമോളെ എനിക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ? കൊട്ടാരമട്ടത്തിൽ വീട്ടിലെ സന്തതിയല്ലേ അവള്, അതുകൊണ്ട് ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുപോവാം. അച്ഛാ,
റോബിനൊന്നും അത് ഇഷ്ടമാവില്ലെന്ന് അച്ഛൻ അറിയില്ലേ? അതുമാത്രമല്ല അവിടെ ഷെറിനുണ്ടല്ലോ, ആ ഒന്നും നടക്കുന്ന കാര്യമല്ല. എടാ, അവള് പഠിച്ചതേ ഈ പാവങ്ങളെ നോക്കാനും ഹോം നേഴ്സൊക്കെ ആയിട്ടാ പഠിച്ചത്. അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് ഷെറിനെ നോക്കാനും പറ്റുമല്ലോ. അതൊന്നും വേണ്ടച്ചാ, അതൊന്നും നടക്കില്ല. എടാ, നീ അങ്ങനെ പറയാതെ. നിനക്കറിയാലോ അവളുള്ളത് കൊണ്ടാ ഷെറിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോണത്. പിന്നെ ആ കുട്ടിയെ എത്രമാത്രം കഷ്ടപ്പെടുത്തും. അത് മാത്രമല്ല, അലീനയ്ക്കാകുമ്പം അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അലീനയുമായിട്ട് ഷെറിന് ഒത്തുപോകുന്ന എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, അലീനയ്ക്കും അതിന് റിലീഫായിരിക്കും. ഷെറിനും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ. ആ അപ്പച്ചൻ എന്താച്ചാ കാണിക്ക്. അല്ലാണ്ട് ഞാനൊന്ന് പറയാനാ. അവളെ ചെന്ന് അലീനനെ ആരും വിഷമിപ്പിക്കാൻ പാടില്ല. എനിക്ക് അത്രേ ഉള്ളൂ. ആരും അവളെ ഇട്ട് കുത്തിപ്പറയാൻ പാടില്ല. പിന്നെ എൻ്റെ ഭാര്യ വീട്ടുകാരെയൊക്കെ അറിയാമല്ലോ. റീത്താമ്മയോ ആരെങ്കിലുമൊക്കെ വന്ന് അവളെ ചൊറിയാൻ നിന്നാ എൻ്റെ സ്വഭാവം മാറും. റിവോൾവർ എടുത്തുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരും. പിന്നെ ഞാൻ മുന്നും പിന്നും നോക്കിയില്ലെന്ന് എല്ലാത്തിനോടൊന്ന് പറഞ്ഞു വെച്ചേക്ക്. അങ്ങനെ അലീനോട് പോയിട്ട് അലീന അപ്പം ഇത് മാറുന്ന കേൾക്കായിരിക്കും. അവൾക്ക് വലിയ സന്തോഷമായേ. അപ്പച്ചൻ അങ്ങോട്ട് വരുമ്പോഴേക്കും അപ്പച്ച താങ്ക്സ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്തോ. അവൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ നമുക്ക് എത്രയും പെട്ടെന്ന് വണ്ടിയുമായിട്ട് ഇവിടുന്ന് സ്ഥലം വിടാൻ മോളെ. അപ്പച്ച ഒരുപാട് നന്ദിയുണ്ട്. ഹോ, സമാധാനമായി. ഞാനേ ഇന്ന് പരോളിന് ഇറങ്ങാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോയവളുടെ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ട്. അടുക്കളയിൽ പോയിട്ട് ഹൗസ് വൈഫിനോട് പറയാണ്, ഞാനിവിടുന്ന് പോയിന്നും പറഞ്ഞ് പഴയതുപോലെ ദൂർത്തടിക്കാനാ ഭാവമെങ്കിലേ ഞാൻ ഇങ്ങോട്ട് വരും. വന്നിട്ട് എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കും. പറഞ്ഞേക്കാം. ബൈജിനോടും ഹൗസ് വൈഫിനോടൊക്കെ പറയാണ്. ഹൗസ് വൈഫ് ഒന്നും മിണ്ടുന്നില്ല. അലീന പോവാണല്ലോ എന്ന ഭാവത്തിൽ ഒന്ന് സമാധാനിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാനോട് പോയിട്ട് പപ്പ ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് ജോലിയൊന്നും ചെയ്യാൻ നിൽക്കേണ്ട. ഷെറിനെ നോക്കുന്ന കാര്യം മാത്രം നീ ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ആരെങ്കിലും നിന്നെ വേലക്കാരിയെ പോലെ കാണുകയോ നിന്നെ കുത്തുവാക്ക് പറഞ്ഞ് നോക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ആ നിമിഷം തന്നെ എന്നെ വിളിക്കണം. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു എന്ന് പറയുമ്പം ശരി പപ്പ എന്ന് പറയുന്നുണ്ട്. അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തടി തപ്പിയാൽ മതി. പുറത്തേക്ക് ഇറങ്ങുമ്പം ആൻ്റെപ്പം നിൽക്കുന്നുണ്ടേ. മോള് പോവാണോ എന്ന് ചോദിക്കുമ്പം അതേ ചേട്ടാ, ആൻ്റപ്പൻ ചേട്ടാ ഞാൻ പോവാ. ഓ, ശ്വാസം മുട്ടി കഴിയാതിനകത്ത് ഇനി വയ്യ, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറയുന്നുണ്ട്. പട്ടികളെല്ലാം തന്നെ അവളുടെ ചുറ്റും ഒരു കൂടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഞാൻ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു സങ്കടഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. വിഷമിക്കേണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും കേട്ടോ. പിന്നെ അച്ഛനെ നോക്കോ പപ്പയെ നോക്കുവാണ് എന്നും പറഞ്ഞിട്ട് അവൾ പോകുമ്പം എല്ലാ പട്ടികളും അവളുടെ പിന്നാലെ തന്നെ ഇങ്ങനെ പോവാണ്. അവൾ കാറിൽ കയറി ഡോർ അടയ്ക്കുന്നത് വരെ അവരതിൻ്റെ പിന്നാലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഡോറടച്ച് ഗേറ്റ് കിടന്ന് അവൾ യാത്ര പറഞ്ഞ് പോവാണ്. ഈ സമയം സ്റ്റാൻലി ജനലിലൂടെ അവൾ പോകണമെന്ന് നോക്കുന്നുണ്ടേ. വീണ്ടും തിരികെ വന്നതേ സ്ഥാനത്തിരുന്ന് വീണ്ടും വെള്ളം അടിക്കാൻ തുടങ്ങുകയാണ്. ആൻ്റിപ്പം വന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാളും ഈ വീട്ടിൽ ഒരു ഒച്ചയനക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി വന്ന് കയറിയതിൻ്റെ ഒരു ഐശ്വര്യവും ഒരു സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി അല്ലേ സാറേ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും എല്ലാ കാലവും നമ്മുടെ കൂടെ കാണുമെന്ന് ഒരിക്കലും വിശ്വസിക്കാനും ആഗ്രഹിക്കാനും പാടില്ല. ഓരോരുത്തരും ഓരോ സ്റ്റോപ്പെത്തുമ്പം ഇറങ്ങിപ്പോകും. അങ്ങനെ ചിന്തിക്കാവുള്ളൂ എന്നും പറഞ്ഞ് സ്റ്റാൻലി പറഞ്ഞിട്ട് വീണ്ടും അവിടെ ഇരുന്ന് മദ്യപാനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പട്ടികൾക്കൊക്കെ വലിയ സങ്കടമായി. ആ പെൺകുട്ടിയുടെ പിന്നാലെ പോകുന്ന കണ്ടു. ആ പെൺകുട്ടി പോവാന്ന് പറഞ്ഞപ്പം എല്ലാവരുടെയും മുഖത്ത് ഒരു സങ്കടം. അതിന് കഴിഞ്ഞ് ഞാൻ പോയിട്ടില്ലെന്ന് പറഞ്ഞപ്പം പിന്നാലെ തന്നെ പോയി. എനിക്ക് വിശ്വസിക്കാനായില്ല സാറേ. അതാടോ ചില പട്ടികൾക്കും മനുഷ്യരൊക്കെ ആയിട്ടുള്ള സ്നേഹബന്ധം. ആ കുട്ടിയോട് അത്രയ്ക്കും അവർക്കെല്ലാം സ്നേഹമുണ്ട്. നന്ദിയുള്ള ജീവികളാ. അവളും അതേ സ്വഭാവക്കാരിയാ, നന്ദിയുള്ളവളാ. അതാ രണ്ട് കൂട്ടരുമായിട്ട് അത്ര പെട്ടെന്ന് അറ്റാച്ചായത് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല സാറേ, ഇനിയിപ്പോൾ കൊച്ച് എപ്പോഴായിരിക്കും ഇങ്ങോട്ട് വരിക? അതൊന്നും അറിയില്ല. അവക്കിവിടെ തീരെ പിടിച്ചിട്ടില്ല. നമ്മൾ 3-4 പേരല്ലേ ഉള്ളു ഇവിടെ. പിന്നെ അവൾക്ക് എങ്ങനെ പിടിക്കാനാ? ഏത് നേരം വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും. ശരി, അവൾ പറഞ്ഞത് ഒരു കണക്ക് നോക്കിയാ അവൾക്കിതൊരു ജയിലാ. പക്ഷെ എനിക്കിതാ സുഖം എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും പുനലൂരിലേക്ക് വണ്ടി എത്താണ്. വണ്ടി തുറന്ന് അലീനയും ഇപ്പറയുന്ന അപ്പച്ചനും ഇറങ്ങുന്നുണ്ട്. അങ്ങോട്ടേക്ക് റോബിൻ ഇറങ്ങി വരുന്നുണ്ട്. റോബിൻ നോക്കുമ്പം അലീനയെ കണ്ട് അവനൊന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. തൻ്റെ അമ്മയുടെ അതേ രൂപം, തൻ്റെ അമ്മ ചിന്നമ്മയുടെ അതേ ഷേപ്പ്. അവനെന്ന് സ്റ്റാലിൻ്റെ വീട്ടിൽ ബഹളം ഉണ്ടാക്കാൻ പോയപ്പം ഒന്ന് ചെറുതായി ഒന്ന് കണ്ടു തന്നെയുള്ളൂ. ഇപ്പോഴാണ് ശരിക്കൊന്ന് കാണുന്നത്. വൈഫിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ടേ.
അങ്ങോട്ടേക്ക് വിളിക്കുമ്പം അവൾ ഇറങ്ങി ഓടി വരികയാണ്. അലീനെ കണ്ടപ്പോൾ ഇവക്ക് മനസ്സിലായി. കാരണം തൻ്റെ അമ്മായിമ്മേനെ ആ കുട്ടിക്കും അറിയാട്ടോ. ആ തൻ്റെ അമ്മായിമ്മയുടെ അതേ തനി സ്വരൂപം, പൊക്കവും വണ്ണവും നിറവും, ആ കണ്ണും മൂക്കും ചുണ്ടും എല്ലാം അങ്ങനെ തന്നെ. ചുരിദാറിട്ട് വന്നിരിക്കുന്നു, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇത് നിങ്ങളുടെ അമ്മയെപ്പോലെ തന്നെയുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ പോയിട്ടുന്നപ്പോൾ പറഞ്ഞില്ലേ അമ്മയുടെ നല്ല ഷേപ്പ് ഉണ്ടെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? അല്ല, ഈ കൊച്ചിനെന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? ആർക്കറിയാം, അപ്പച്ചനോട് ചോദിച്ചു നോക്കാം. അപ്പോഴേക്കും ഡ്രൈവർ ഡിക്കിയിൽ നിന്നും ലഗേജൊക്കെ പുറത്തിറക്കുന്നുണ്ട്. അങ്ങനെ കാറ് തിരിച്ച് സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് തന്നെ പോവാണ്. ഈ സമയത്ത് അലിയുടെ ബാഗുകൾ അവിടെ ഇരിക്കുന്നത് കാണുമ്പം അപ്പച്ചൻ പറയാണ്, ഡാ റോബി, നീ ബാഗുകളെല്ലാം എടുത്ത് അകത്തോട്ട് കൊണ്ടുവച്ചേ. അപ്പോഴേക്ക് റോബിൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ ബാഗുകളെല്ലാം എടുത്തോണ്ട് പോവാണേ. അലീന അകത്തേക്ക് കയറാൻ മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി കയറി വായെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറുമ്പോൾ റോബിൻ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല പച്ച, ആരെയാ ലഗേജ് എല്ലാം? ലഗേജ് ആരെയാണോ? എൻ്റെ എല്ലാം നിനക്കറിയാലോ. പിന്നെ എൻ്റെ കൂടെ ആരാ ഉള്ളത്? അലീന, അവളുടെ ബാഗാ. അപ്പച്ചനത് എന്ത് ഭാവിച്ചാ? എന്തിനാ ഈ കൊച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? റീതാമ്മയോ മറ്റോ അറിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടാവുമെന്ന് അപ്പച്ചൻ അറിയില്ലേ? സ്റ്റാൻലി ചായന് പറ്റിയ ഒരബദ്ധമല്ലേ? അത് അങ്ങനെ അങ്ങ് വിട്ടോളാമല്ലായിരുന്നോ? സ്റ്റാൻലി ചായൻ്റെ കൂടെ അവിടെ തന്നെ ജീവിക്കുകയല്ലേ? പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് എന്ന് ചോദിക്കുമ്പം മിണ്ടിപ്പോവരുത്. ഞാനാ അലീനേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. അലീനയ്ക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. നോട്ടം കൊണ്ട് പോലും അവളെ ആരും ഉപദ്രവിക്കാനോ നോക്കാനോ ദേഷ്യപ്പെടാനോ പാടില്ല. അങ്ങനെ നോവിച്ചു ഞാൻ അറിഞ്ഞാലേ പിന്നെ നടക്കുന്നത് വേറെ ആയിരിക്കും. അത് മാത്രമല്ല, നിന്റെ ചേട്ടായി സ്റ്റാൻലിയെ നിനക്കറിയാലോ, അയാളുടെ മകളായത്. അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നേ അവൻ അറിഞ്ഞാലേ ഇങ്ങ് വരും ആ റിവോൾവർ എടുത്തോണ്ട്. പിന്നെ മുന്നും പിന്നും നോക്കില്ല. അത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പം രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കാണ്. എന്നിട്ട് അപ്പച്ചൻ പറയുന്നുണ്ട്, ഇവിടെ ഇവളെ കൊണ്ടുവന്നത് വേറൊന്നിനുമല്ല, നമ്മുടെ ഷെറിനെ നോക്കാൻ വേണ്ടിയാ. ഇത് കേൾക്കുമ്പം പെൺകുട്ടിക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ആഹാ, അത് കൊള്ളാലോ. അല്ല, നമ്മുടെ ഷെറിൻ അതിന് ഈ കുട്ടിയുടെ അടുക്കുവോ അപ്പച്ച? ആര് വന്നാലും അവൾ വയലൻ്റായിട്ട് അവരടിച്ചോടിക്കുന്നതല്ലേ. പിന്നെ ഈ കുട്ടിയുടെ നിൽക്കുവോ എന്ന് പറയുമ്പം അലീന പറയാണ്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ വന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടാം. ഇപ്പോൾ നിങ്ങളെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് എത്ര കാലമായെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷെറിൻ്റെ മൊഴി എവിടെ എന്ന് ചോദിക്കുമ്പം അങ്ങോട്ടിപ്പോൾ പോകണ്ട, ഇപ്പോൾ വയലൻ്റായി നിൽക്കുന്ന സമയമായിരിക്കും. ബാക്കി ആര് വന്നാലും അവൾ ദേഷ്യപ്പെടുകയും അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അല്ല, പിന്നെ ഹോസ്പിറ്റലിലേക്ക് എന്താ കൊണ്ടുപോകാത്തേ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ടാബ്ലറ്റും മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അത് മതിയെന്നാ ഡോക്ടർ പറഞ്ഞത്. കുടുംബത്തിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്നാ, കുറച്ചുകൂടി ബെറ്ററാകാൻ നല്ലതെന്നാ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. ഞാനെങ്കിൽ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഷെറിൻ്റെ മുറിയുടെ അങ്ങോട്ട് പോവാണ്. അപ്പച്ചനും റോബിനും വൈഫും കൂടി അവളുടെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. അവൾക്ക് നല്ല പേടിയുണ്ട് അലീന ഉപദ്രവിക്കുമെന്ന്. ഡോറ് തുറന്ന് അലീന അകത്തേക്ക് കയറുമ്പം ഷെറിന് ഡെസ്കിൻ്റെ അവിടെ തലയും കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. കഥ തുറക്കുന്ന സൗണ്ട് കേട്ട് അവൾ തിരിഞ്ഞു നോക്കുകയാണേ. അവളുടെ മുഖത്ത് പെട്ടെന്ന് ദേഷ്യവും ഭയങ്കര വല്ലാത്തൊരു ഭാവമൊക്കെ മിന്നി മറന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവളിങ്ങനെ രൂക്ഷഭാവത്തിൽ കസേരന്ന് എഴുന്നേക്കാണേ. ഇത് കാണുമ്പോൾ റോബിനും അപ്പച്ചനൊക്കെ നല്ല പേടിയാവുന്നുണ്ട്. അവിടുന്ന് ഓടിയൊരു വരവാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പേടിച്ച് നിൽക്കുമ്പോഴേക്കും അലീനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അമ്മച്ചി എന്നെ ഇട്ടിട്ട് എവിടെ പോയത് അമ്മച്ചി എന്ന് ചോദിക്കുകയാണ്. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. അമ്മച്ചി ഇല്ലാതെ എത്ര നാളായെന്നറിയോ? എന്തിനാ അമ്മച്ചി എന്നെ ഇട്ടിട്ട് പോയത്? എൻ്റെ കുഞ്ഞും പോയി, എൻ്റെ അമ്മച്ചി എന്നെ ഇട്ടിട്ട് പോയ അമ്മച്ചി എൻ്റെ കൂടെ തന്നെ കാണില്ലേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴാണ് അവർക്കെല്ലാവരും കാര്യം മനസ്സിലായത്. ചിന്നമ്മയുടെ അതേ രൂപസാദൃശ്യമാണല്ലോ നമ്മുടെ അലീന. താനീ പകർപ്പ് ഷെറിൻ്റെ കണ്ണിൽ കൂടി കാണുമ്പം അത് ശരിക്കും തൻ്റെ അമ്മച്ചിയാണെന്ന് തന്നെ ഷെറിന് തോന്നുകയാണ്. ആ ഒരു കാഴ്ചയിൽ അവൾ സ്വന്തം അമ്മച്ചിയായിട്ട് തന്നെ അലീനയെ കാണുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അലീനയുമായിട്ട് അപ്പോൾ തന്നെ അവൾ അടുക്കുന്നുണ്ട്. അമ്മച്ചി, എൻ്റെ കുഞ്ഞിനെ ഇവരെല്ലാവരും കൂടി കൊന്നു അമ്മച്ചി, കൊന്നു. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം, എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു തരും അമ്മച്ചി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലീന കെട്ടിപ്പിടിച്ച് കരയുമ്പം അലീന പറയാണ് തലയെ തടവിക്കൊണ്ട്, മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഈ അമ്മച്ചി മുഖം കാണിച്ചു തരും മോടെ കുഞ്ഞിനെ. അത് മാത്രമല്ല, ടോണിച്ചായൻ്റെ കൂടെ നമുക്ക് പോവണ്ടേ?
പോണം, എനിക്ക് ടോണിച്ചാൻ്റെ കൂടെ പോണം അമ്മച്ചി. എൻ്റെ കുഞ്ഞും ടോണിച്ചാനും ഒക്കെ ആയിട്ട് ജീവിക്കണം. അമ്മച്ചിനെ സമ്മതിക്കോ? സമ്മതിക്കാം, മോള് വിഷമിക്കണ്ട കേട്ടോ, മോളിവിടെ ഇരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന അവളെ അവിടെ പിടിച്ചിരുത്താണ്. ഇന്നത്തെ ദിവസം അവൾ ഉറങ്ങിയിട്ടില്ല. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങേണ്ടതാ. ഇന്ന് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ കിടക്കുക എന്നിങ്ങനെ റോബിച്ചൻ്റെ വൈഫ് പറയുമ്പം അലീന കട്ടിലിൽ അവളുടെ കൂടെ പോയിരിക്കുകയാണ്. മോള് കുറച്ചേരം കിടന്ന് ഉറങ്ങിക്കേ. അമ്മച്ചി പാടാനുള്ള പാട്ടൊന്ന് പറഞ്ഞു തരുമോ? അയ്യോ, ഏത് പാട്ടാ, ഞാൻ മറന്നു പോയല്ലോ. അപ്പം ഷെറിൻ ആ പാട്ട് പറഞ്ഞു കൊടുക്കുമ്പം അലീന ആ പാട്ടും പാടിക്കൊണ്ട് ഷെറിൻ തലയിലും തടവിയിട്ട് അവളെ തട്ടി ഉറക്കുകയാണ് കേട്ടോ. അങ്ങനെ ബ്ലാങ്കറ്റും പുതപ്പിച്ചിട്ട് പതിയെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അപ്പച്ചൻ പറയാണ്, ഇപ്പം എങ്ങനെയുണ്ടടാ റോബിൻ? ഞാൻ പറഞ്ഞില്ലേ ഇവളെ മിടിക്കുക. എൻ്റെ ചിന്നമ്മയുടെ അതേ രൂപമല്ലേ, അതേ സ്വഭാവവും, പിന്നെ അവളെക്കാട്ടിലും ധൈര്യമുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? ഒരു സെക്കൻഡിനുള്ളിൽ അവളെ മയക്കിയെടുത്ത് കണ്ടില്ലേ? റോബിൻ്റെ വൈഫ് പറയാണ്, അലീനെ കണ്ടപ്പോൾ അവൾക്ക് അവളുടെ അമ്മയായിട്ട് തോന്നിയത് അതെന്തായാലും നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്. അവളെ നന്നാക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അപ്പച്ച, ടോണിച്ചാൻ ഈയിടെ വന്നിരുന്നു. അവളോട് ഇപ്പോൾ ആ ദേഷ്യമൊന്നും ഇല്ല, കുറച്ച് സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. അവനിനി ഇങ്ങോട്ടേക്ക് വരണ്ട, വന്ന് വലിച്ചെറിഞ്ഞിട്ട് പോയതല്ലേ അവളെ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അപ്പച്ച ഈ നിൽക്കുന്ന റോബിച്ചായൻ്റെ വൈഫിന് വിവാഹത്തിന് മുമ്പേ ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പം അവധക്കുട്ടിക്കും റോബിനും പറയാൻ വാക്കുകളില്ല കേട്ടോ. അത് തന്നെയല്ലേ ടോണിയുടെ അവസ്ഥയും. ടോണിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ നിങ്ങളെ സമ്മതിക്കായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ അയാളെ എന്തിനാ കുറ്റപ്പെടുന്നത്? കാര്യങ്ങളൊന്നും പറയാതെ മറച്ചു വെച്ച് വിവാഹം കഴിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അലീന പറയാണ്, എൻ്റെ അച്ഛൻ്റെ അതേ അവസ്ഥ തന്നെ. പാലയിലെ അച്ഛൻ, അവിടെയും എൻ്റെ അമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചെന്ന് പറയാതെയല്ലേ വിവാഹം കഴിച്ച് അയച്ചത്. പക്ഷെ അച്ഛൻ അറിഞ്ഞത് 23 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴും അച്ഛൻ അമ്മയോട് മാനസികമായും ശാരീരികമായും ആകുന്ന നിൽക്കുക. അങ്ങനെയുള്ളപ്പോൾ ഈ ചെറുപ്പക്കാരുടെ കാര്യം പറയണോ അപ്പച്ച എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവധക്കുട്ടിക്കും റോബിനും പറയാൻ വാക്കുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ടോണി തിരികെ വന്നു തന്നെ അത്ഭുതമല്ലേ? എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കണ്ടുപിടിച്ച് അവളുടെ മൈൻഡ് നേരെയാക്കി ടോണിയുടെ കൂടെ പറഞ്ഞയക്കണം. അതാ വേണ്ടത്. കുഞ്ഞിനെ നിങ്ങൾ തന്നെ വളർത്തിയാൽ മതി, ടോണിച്ചായനൊപ്പം ഷെറിനെ പറഞ്ഞയച്ചാൽ മതി എന്ന് പറയുമ്പം ആദ്യം അവളുടെ അസുഖം മാറട്ടെ മോളെ, അസുഖം മാറിന് ശേഷം വേണം എന്തെങ്കിലും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്ന് അവധക്കുട്ടി പറയാണ്. അപ്പച്ചൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. 1-2 മാസത്തിനുള്ളിൽ ഷെറിനെ ഞാൻ പഴയ ഷെറിനാക്കി തിരിച്ചു തരും. അപ്പച്ചൻ എന്നെ വിശ്വസിക്ക് എന്ന് പറയുമ്പം എനിക്കെൻ്റെ മോളെ വിശ്വാസമാണ്, എൻ്റെ ചിന്നമ്മേനെ എനിക്ക് വിശ്വാസമാണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന പോയി ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ആ റൂമിൻ്റെ വൈഫിൻ്റെ കൂടെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എല്ലാ ജോലികളും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുന്നതിനായിട്ട് ആ കുട്ടിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തു തീർക്കുന്നേ? പിന്നെ ഇവിടെ അങ്ങനെ അധികം ജോലിയൊന്നും ചെയ്യണ്ട കേട്ടോ. ഇവിടെ ഒരു സെർവൻ്റ് ഉണ്ട്, അവർ വരും. അത്യാവശ്യം എല്ലാ പുറം പണികളും ജോലിയൊക്കെ ചെയ്തു തീർത്തിട്ടാണ് പോണത്. അതുകൊണ്ട് അങ്ങനെ ജോലിയൊന്നും ചെയ്യണ്ട. എനിക്കങ്ങനെ ചുമ്മാ ഇരുന്ന് ശീലമില്ല. ഇത്രയും കാലം പപ്പയുടെ വീട്ടിൽ ഒന്നും ചെയ്യാതിരുന്ന് ഞാൻ ആകെപ്പാടെ മുഷിഞ്ഞു പോയി. വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയപ്പോഴാണ് ഒരു സന്തോഷമായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷെറിന് ചായ കൊടുക്കാൻ സമയമായി എന്ന് പറയുമ്പം ഞാൻ കൊടുക്കാമെന്ന് അലീന പറയുന്നുണ്ട്. ചായയും സ്നാക്സും ഒക്കെ ആയിട്ട് ഷെറിൻ്റെ മുറിയിലേക്ക് ചെല്ലാണ് കേട്ടോ. ഷെറിനപ്പോൾ പതിയെ ഉറക്കം തെളിഞ്ഞ് എണീച്ച് വരികയാണ്. അലീനെ കണ്ടപാടെ അമ്മച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ദേ മോളെ, ഈ ചായയും സ്നാക്സൊക്കെ കഴിക്കുക എന്ന് പറയുമ്പം ശരിയെന്നും പറഞ്ഞ് അനുസരണയോട് കൂടി ഇരുന്ന് അതെല്ലാം കഴിക്കുകയാണേ. അല്ല, മോക്ക് ടോണിച്ചായനെ വിളിക്കണോ എന്ന് പറയുമ്പം വിളിക്കണം എന്ന് പറയാണ്. അങ്ങനെ അവളുടെ ഫോണെടുത്ത് ടോണിയെ വിളിക്കുന്നുണ്ട്. ഹലോ ടോണിച്ചായ എന്ന് വിളിക്കുമ്പം അപ്പുറത്തൊന്ന് ശബ്ദം കേട്ടിട്ട് ടോണിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. സംസാരിക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. എന്നിട്ട്
നമ്മുടെ ഷെറിനാണെങ്കിൽ വീണ്ടും ഹലോ എന്ന് വെക്കുമ്പം ടോണി അവിടെ നിന്ന് ഹലോ വെക്കാണ്. ടോണി ചായ, ഞാനാ ഷെറിനാ, പിന്നെ എൻ്റെ അമ്മ വന്നു ചിന്നമ്മ എന്ന് പറയുമ്പോഴേക്കും ടോണി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. നിൻ്റെ അമ്മച്ചിയോ? എന്നിട്ട് ടോണി മനസ്സിൽ ഓർക്കുന്നുണ്ട് അവൾക്ക് ഭ്രാന്താണല്ലോ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഹാലൂസിനേഷൻ ആയിരിക്കും എന്ന് ഓർക്കുമ്പം ഞാൻ അമ്മയുടെ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അലീനയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. അലീന ഹലോ എന്ന് വെക്കുമ്പം ഹലോ, ഞാൻ ടോണിയാ, ആരാന്ന് പറയുമ്പം എൻ്റെ പേര് അലീന എന്നാ, ഞാൻ ഷെറിനെ നോക്കാനായിട്ട് വന്നതാ. അത് പിന്നെ എന്നെ അറിയില്ലായിരിക്കും. ഷെറിൻ്റെ ചേട്ടായി ഉണ്ടല്ലോ സ്റ്റാൻലി ജോസഫ്, അദ്ദേഹത്തിൻ്റെ മകളാ ഞാൻ എന്ന് പറയുന്നുണ്ട്. ഏത് മോള്? ഡാനിയൊക്കെ എനിക്കറിയാലോ, പിന്നെ ഏത് മോളാ? അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പാലായിലായിരുന്നു, അവിടുന്ന് വന്നതേ ഉള്ളൂ. കാര്യങ്ങളൊന്നും ടോണി അറിഞ്ഞ് കാണില്ല, അതൊക്കെ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കാം. എൻ്റെ പേര് അലീന, ഞാൻ ഇവർ അമ്മച്ചിയുടെ അതേ ഷേപ്പാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഫോട്ടോ കണ്ടപ്പോൾ എനിക്കും തോന്നി എൻ്റെ അതേ രൂപം. എന്നെ കണ്ടുകൊണ്ട് ഷെറിൻ അമ്മച്ചിയാണെന്ന് കരുതി ഇരിക്കുക, അതാ ഞാൻ അമ്മച്ചിയാണെന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല, ഇപ്പോൾ ഷെറിൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എൻ്റെ അടുത്ത് നന്നായി അനുസരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളുടെ പ്രശ്നമൊന്ന് മാറ്റിയെടുക്കണം, പിന്നെ അവളുടെ കുഞ്ഞിനെ കൂടെ കണ്ടെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ടോണിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഷെറിൻ്റെ അസുഖമെല്ലാം ഭേദമായി വന്നാൽ ഷെറിനെ ടോണി സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പം ടോണിക്ക് മറുപടി ഇല്ല കേട്ടോ. എന്താ ടോണി ഒന്നും മറുപടി പറയാത്തത്? അതിപ്പോൾ ഞാൻ എന്ത് പറയാനാ? എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അമ്മയച്ചൊന്നും സമ്മതിക്കില്ല. പിന്നെ മനസ്സിലത് വലിയൊരു മുറിവായി കിടക്കുക. എന്നെ ചതിച്ചത് ഒരു വാക്കെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര വിഷയം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ എല്ലാവരും ചേർന്ന് ഞങ്ങളെ ചതിച്ചില്ലേ, അത് ഓർക്കുമ്പോഴാ. ചതി, വഞ്ചന, അതെല്ലാം ജീവിതത്തിലുള്ളതല്ലേ ടോണി. എന്തൊക്കെ പറഞ്ഞാലും അവളെ ചതിച്ചത് തെറ്റ് തന്നെയാ. പക്ഷെ ഇപ്പോൾ അവളുടെ മാനസികാവസ്ഥ ടോണി കാണുന്നതല്ലേ. ഏറ്റവും അധികം ഈ ലോകത്തോളം സ്നേഹിക്കുന്നത് ടോണിയെയും അവളുടെ കുഞ്ഞിനെയുമാ. ആ കുഞ്ഞ് എന്ത് പഴിച്ചു ടോണി? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതെവിടെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് അവൾക്ക് ഈ മാനസികമായി പോലും ബുദ്ധിമുട്ടുണ്ടായത്. പിന്നെ ടോണി ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതും. അതുകൊണ്ട് ടോണി എത്രയും പെട്ടെന്ന് അവളെ കാണാൻ വരികയും അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്താലേ അവൾ കുറച്ചുകൂടി ഒന്ന് ഉഷാറാവും. ഞാൻ അങ്ങോട്ട് വരുന്നൊന്നും ഷെറിൻ്റെ അച്ഛന് ഇഷ്ടമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിക്കോളാം, ഞാനിവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ടോണി അതൊന്നോർത്ത് പേടിക്കണ്ട എന്ന് അലീന പറയാണ് കേട്ടോ. അങ്ങനെ ടോണിയെയും ഷെറിനെയും ഒന്നിപ്പിക്കാനായിട്ടും ഷെറിൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റി അവളുടെ കുഞ്ഞിനെ കണ്ടെത്താനായിട്ടും അലീന തീരുമാനിക്കാണ് കേട്ടോ.